അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാന്റെ മാസമായിട്ടുള്ള പുണ്യ റജബിൻ്റെ ആദ്യത്തെ 10 നമ്മളിൽ നിന്നും കഴിയുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻഷാ അള്ളാ, റജബിൻ്റെ രണ്ടാമത്തെ 10ൽ നമ്മളെല്ലാവരും ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ദിക്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. റജബിൻ്റെ ആദ്യത്തെ 10ൽ നമ്മൾ ചൊല്ലിയിട്ടുള്ള ഒരു ദിക്റുണ്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളും ചെറിയതുമായിട്ടുള്ള ഒരു ദിക്റ് തന്നെയാണ് റജബിൻ്റെ രണ്ടാമത്തെ 10ലും ചൊല്ലേണ്ടത്. എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം ഈ ഒരു ദിക്റിനെ 100 വട്ടം നിങ്ങൾ ചൊല്ലുക. റജബിൻ്റെ രണ്ടാമത്തെ 10ൽ ചൊല്ലേണ്ട ഈ ഒരു ദിക്റിനെ നിങ്ങൾക്ക് കഴിയുന്ന ഈ 2 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പകലിലോ രാത്രിയിലോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ 100 വട്ടം ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹു തആല ഉത്തരങ്ങൾ നൽകുന്ന മാസമാണ് റജബ് എന്ന് പറയുന്നത്. അള്ളാന്റെ മാസമായിട്ടുള്ള ഈ ഒരു മാസത്തിൽ നമ്മളോട് പറഞ്ഞതുപോലെ നമ്മൾ നടക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മളെ ഇഷ്ടപ്പെടുകയും നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നടത്തി തരികയും ചെയ്യുന്നതാണ്. ഈ ഒരു ദിക്ർ നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുള്ള മുത്ത് റസൂലും നമ്മളോട് പറയുന്നത് അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങുവാൻ ശ്രമിക്കുക. ഇതുവരെ ചെയ്തു പോയ ദോഷങ്ങൾക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങി അല്ലാഹുവിനോട് എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹ്ക്ക് മാത്രമാണ് അറിയുന്നത്. അല്ലാഹ്നോട് ചോദിക്കുക, അല്ലാഹ് നമുക്ക് നൽകുകയും ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ്, റജബിൻ്റെ ഈ ഒരു രണ്ടാമത്തെ 10ൽ നമ്മളെല്ലാവരും ചൊല്ലേണ്ട ആ പ്രധാനപ്പെട്ടിട്ടുള്ള ദിക്ർ ഏതാണെന്ന് കൂടെ നമുക്ക് നോക്കാം. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്. ഈ ഒരു ദിക്റിനെയാണ് 100 വട്ടം നമ്മൾ ചൊല്ലേണ്ടത്. ഇൻഷാ അള്ളാ, നമുക്കെല്ലാവർക്കും ഈ ഒരു ദിക്റിനെ റജബിൻ്റെ ഈ ഒരു രണ്ടാമത്തെ 10ൽ ചൊല്ലുവാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ ഈ ഒരു ദിക്ർ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അള്ളാ, പുതിയൊരു അറിവുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.